ഹായ് ഹലോ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ മെഷീനും അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഏറ്റവും ഫസ്റ്റ് മേടിച്ചതുമായ മെഷീനാണ് കാണാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, പ്ലെയിനറാണ്. നമ്മൾ ഏറ്റവും സന്തോഷത്തോടെ ഒരു വീഡിയോ ആണ് ഈ മെഷീൻ വെച്ച് എടുക്കുമ്പോൾ. കാരണം നമ്മുടെ ഇവിടങ്ങളിൽ ആദ്യമായിട്ട് നമ്മളാണ് ഈ പ്ലെയിനർ എന്ന് പറഞ്ഞ മെഷീൻ മേടിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും അന്നത്തെ കാലത്ത് ഏകദേശം 50,000-60,000 രൂപ കൊടുത്ത് നമ്മൾ എറണാകുളത്ത് നിന്നാണ്. അന്ന് ഇവിടെ ഈ പരിസരത്തൊന്നും അങ്ങനത്തെ വലിയ കടകളൊന്നുമില്ല. വളഞ്ഞമ്പലത്തു നിന്ന് ആണ് ഈ പ്ലെയിനർ മേടിക്കുന്നത്. ജെയ് എന്ന് പറഞ്ഞ ആ കമ്പനിയുടെയാണ് ഈ പ്ലെയിനർ വരുന്നത്. നമ്മൾ ഈ വർക്ക്ഷോപ്പ് തുടങ്ങുന്നത് വെച്ചാൽ 1999 വർക്ക്ഷോപ്പ് തുടങ്ങുന്നത്. അപ്പം നമുക്ക് ആ സമയത്താണ് നമ്മൾ ഈ പ്ലെയിനർ മേടിച്ചത്. അപ്പോൾ ഏകദേശം ഒരു 25-26 വർഷത്തോളം പഴക്കമുള്ള പ്ലെയിനറാണിത്. വളരെ മെയിൻ്റനൻസ് കുറഞ്ഞത്, എന്നാൽ നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായിട്ടുള്ള മെഷീനാണിത്. ഇത് വരുന്നത് വെച്ചാൽ 18 ഇഞ്ച് ബെഡും 8 ഇഞ്ച് കന അടിക്കാവുന്നതുമായിട്ടുള്ള പ്ലെയിനറാണ് വരുന്നത്. അത്യാവശ്യം വലിയ സ്പെസിഫിക്കേഷൻ വരുന്ന ഒരു പ്ലെയിനറാണിത്. 4 ബ്ലേഡ് ഇടാവുന്ന ടൈപ്പാണ് വരുന്നത്. പക്ഷെ നമ്മളിപ്പോൾ 2 ബ്ലേഡാണ് ഇട്ട് വർക്ക് ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മൾ ആദ്യം പ്ലെയിൻ ചെയ്ത് നമുക്ക് ഒരു സൈഡൊക്കെ നമ്മൾ ആദ്യം പ്ലെയിൻ ചെയ്ത് നിരപ്പാക്കി എടുക്കുന്നത് ഇവിടെ ഈ സൈഡിലാണ്. ഇതാണ് അതിൻ്റെ അഡ്ജസ്റ്റബിൾ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. നമുക്ക് പുതിയ ബ്ലേഡൊക്കെ ഇടുമ്പോൾ നമുക്ക് ആദ്യം ഇവിടെ കുറച്ച് ഭാഗം ബ്ലേഡിൻ്റെ മൂർച്ചയ്ക്ക് അനുസരിച്ച് നമുക്കത് ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഇവിടെയാണ് ഇതിൻ്റെ അഡ്ജസ്റ്റിങ് വരുന്നത്. ഇത് ലൂസാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇങ്ങോട്ട് വലിക്കാവുന്നതാണ്. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം. ഇവിടെ ഇങ്ങനെ നമ്മൾ ഓരോ പലകയുടെ വീതി അനുസരിച്ച് നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിന് ആംഗിളും വരുന്നുണ്ട്. ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. ഇത് ലൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ബോൾട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ബോൾട്ട് അനുസരിച്ച് നമുക്ക് ഈ ബ്ലേഡിനെ നമുക്ക് ഇങ്ങനെ പ്ലേറ്റിനെ നമുക്ക് ആംഗിൾ അനുസരിച്ച് അതും നീക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് വരുന്നതാണ് ഈ ചെറിയ ബെഡ് എന്ന് വെച്ചാൽ നമുക്ക് കട്ട് ചെയ്യുന്നതിന്, പൊടി എടുക്കുന്നതിന്, ഡിസൈൻ അടിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ബെഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ സ്കെയിലാണ് ഈ വരുന്നത്. ഇത് നമുക്ക് നോർമൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇത് ലൂസാക്കിയിട്ട് ഇവിടെ നമ്മളൊരു ക്ലാമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ക്ലാമ്പ് യൂസ് ആക്കിയിട്ട് ഇത് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മുടെ പലകയുടെ വീതി ചട്ടത്തിൻ്റെ കനത്തിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഇതിനകത്ത് കിടക്കുന്നത് കൊച്ചൂത്ത് അടിക്കാനുള്ള ബ്ലേഡാണ് ഇതിനകത്ത് കിടക്കുന്നത്. ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ള കുറച്ച് ബ്ലേഡുകൾ നോക്കാം. ഇതാണ് ഇതിനകത്തിരുന്ന് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്ലേഡുകൾ വരുന്നത്. നോർമൽ നമ്മൾ കട്ടറിലൊക്കെ യൂസ് ചെയ്യുന്ന ബ്ലേഡാണ്. അതുപോലെ തന്നെ ഇതാണ് ഈ പ്ലെയിനറിൽ യൂസ് ചെയ്യുന്ന വലിയ മെട്രിക് സോയിലൊക്കെ യൂസ് ചെയ്യുന്ന ബ്ലേഡാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അടുത്ത് വരുന്നത് വെച്ചാൽ ഡിസൈൻ അടിക്കാനുള്ളതാണ്. ഇതാണ് ഡിസൈൻ അടിക്കാനുള്ള വെച്ചാൽ ഒരു കർവ് ഡിസൈൻ അടിക്കാനുള്ള ടൈപ്പ് ഒരു ബ്ലേഡാണ് ഇത് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ബ്ലേഡിൻ്റെ ഇത് വരുന്നത്. അതുപോലത്തെ പല ഡിസൈൻ അടിക്കാവുന്ന ഇതുപോലത്തെ ബ്ലേഡ് നമുക്ക് അവൈലബിൾ ആണ്. ഇത് നമുക്ക് ചെറിയ കൊച്ചുകുത്തലിന് വേണ്ടിയിട്ടാണ് ഈ ബ്ലേഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. ചട്ടത്തിൻ്റെ ഒക്കെ ഗ്ലാസ് ഇടുന്നതിനുള്ള കൊച്ചുകുത്തലിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബ്ലേഡുകൾ ഉപയോഗിക്കുന്നത്. നമുക്ക് ഈ ബ്ലേഡിൻ്റെ കനത്തിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ഈ വരുന്ന പ്ലേറ്റുകൾ ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്താണ്. വുഡിൻ്റെ പ്ലേറ്റാണ്. ഇത് നമുക്ക് മാറ്റി ഇടാം. അപ്പോൾ ഇത് നമ്മളൊരു കനം കുറഞ്ഞ കട്ടറിൻ്റെ ഒക്കെ ബ്ലേഡാണ് ഇതിനകത്ത് ഇരുന്നെങ്കിൽ, ഈ ടൈപ്പ് ബ്ലേഡാണ് നമ്മൾ ഇതിനകത്ത് ഇരുന്നെങ്കിൽ അതിന് യൂസ് ചെയ്യാൻ പറ്റിയതാണ് ഇത് കണ്ട്. ഇത് വളരെ ബ്ലേഡിൻ്റെ അതേ കനത്തിനുള്ളൂ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അതിങ്ങനെ ഇവിടത്തിലിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് കിടക്കൊണ്ടാണ് ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ പല ടൈപ്പിനുള്ള നമ്മൾ ഓരോരോ ബ്ലേഡിനുള്ള നമ്മൾ ആവശ്യത്തിന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓരോ യൂസിനും നമ്മൾ ഓരോന്ന് യൂസ് ചെയ്യുന്നതാണ്. ഈ പ്ലെയിനറിൻ്റെ റൊട്ടേഷൻ വരുന്നത് ക്ലോക്ക് വൈസിലായതുകൊണ്ട് ഇത് നമ്മൾ ഈ ലോക്കിംഗ് നെറ്റ് ഈ ബ്ലേഡ് ലോക്കിംഗ് നെറ്റ് ഊരി പോകാണ്ടിരിക്കാൻ വേണ്ടി ഈ നട്ടിൻ്റെ ത്രെഡ് വരുന്നത് വെച്ചാൽ ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിൽ ടൈറ്റിലാണ് ഈ നട്ട് വരുന്നത്. നമുക്ക് അറിയില്ലാത്തവർ ഊരി കഴിഞ്ഞാൽ ഇത് തിരിച്ച് ഊരി കഴിഞ്ഞാൽ ത്രെഡ് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ഇത് ഇത്ര ലോഡ് കൂടിയതൊക്കെ എപ്പോഴും ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും ഇതിൻ്റെ ടൈറ്റ് വരുന്നത്. നമ്മൾ കുറച്ച് ബ്ലേഡുകൾ നമുക്ക് അവിടെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ മൂർച്ചയും കാര്യങ്ങളൊക്കെ തീർന്നതാണ് ഇത് വരുന്നത്. അടുത്ത് വരുന്നതാണ് ആ ചെറിയ ഇതിനകത്ത് തന്നെ ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇതാണിത്. ഇതാണ് ഇതിനകത്ത് ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് വരുന്നത്. ഇത് നമുക്ക് ഇവിടെ ഒരു പ്ലേറ്റ് പോലത്തെ സാധനം കൊടുത്തിട്ടുണ്ട്. അത് ഈ ഗ്രൂവിലേക്ക് നമുക്ക് ഇറക്കിയിടാം. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഇത് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കറക്റ്റ് ആംഗിൾ അനുസരിച്ച് ഇപ്പോൾ ഒരു തടി എടുക്കുവാണെങ്കിൽ ആ തടി ഇങ്ങനെ വെച്ച് മുറുക്കിയതിന് ശേഷം നമുക്ക് മകാറൊക്കെ വെട്ടണമെങ്കിൽ ഇങ്ങനെ കട്ടറാണ് ഇവിടെ കിടക്കുന്നത്. ഇങ്ങനെ ചെരിച്ച് ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇത് നേരെ നമുക്കൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമുക്കിത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇങ്ങനെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ആംഗിൾ യൂസ് ചെയ്യുന്നതിൻ്റെ പല ബ്ലേഡ് യൂസ് ചെയ്യുന്നതിൻ്റെ വീഡിയോ, പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് കാണാത്തവർ അത് കയറി കാണേണ്ടതാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അത് യൂസ് ചെയ്യണത് വീഡിയോ കാണിക്കാത്തത്.
നമുക്ക് അടുത്ത് വരുന്നത് വെച്ചാൽ ഈ ബെഡിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ആണ്. നമുക്ക് എന്തോരം ആഴത്തിൽ കട്ട് ചെയ്യണം, എത്ര ആഴത്തിൽ കൊച്ചുത്ത് എടുക്കണം, ഡിസൈൻ എടുക്കണം എന്നുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഈ ബെഡ് അഡ്ജസ്റ്റ്മെന്റ് ആണ്. അതിനാണ് ഈ ലിവർ വരുന്നത്. ഇത് നമുക്ക് റൈറ്റിലേക്ക് കണക്ട് ചെയ്ത് മുകളിലോട്ട് പോകുമ്പോൾ ലെഫ്റ്റിലേക്ക് താത്തി കഴിഞ്ഞാൽ ഇത് താഴത്തേക്ക് കാണാൻ പറ്റും. താഴത്തേക്ക് ബെഡ് താഴെ നമുക്ക് കാണാൻ പറ്റും, താഴത്തേക്ക് നമുക്ക് താത്താൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇനി അടുത്ത് വരുന്നതാണ് ഇതിന്റെ കന അടിക്കാനുള്ളത്. നമ്മൾ ഒരു വശം മിനുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പലകയാണെങ്കിലും എന്ത് തടിയാണെങ്കിലും അതിന്റെ എല്ലാ സൈസും ഒരുപോലെ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് കന അടിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് ഏകദേശം ഒരു 8 ഇഞ്ച് വരെ നമുക്കാണ് ഈ മിഷ്യത്തിൽ പോകുന്ന സൈസിന്, കന അടിക്കാനുള്ള സൈസിന് 8 ഇഞ്ച് വരെയുള്ള സൈസുള്ള കഷ്ണം വരെ നമുക്ക് ഇത് പോകാൻ പറ്റും. ഈ ബെഡിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ ലിവറാണ്. ഇത് വെച്ച് ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ ഇത് മുകളിൽ പോകും, ലെഫ്റ്റ് തിരിച്ച് കറക്കി കഴിഞ്ഞാൽ ഇത് താഴത്തേക്ക് താഴുകയും ചെയ്യും. നമ്മൾ മുകളിൽ പ്ലെയിനറിനെ അപേക്ഷിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇത് നമ്മൾ തന്നെയാണ് ഇത് പുഷ് ചെയ്ത് നമ്മൾ തന്നെയാണ് നമ്മുടെ മാനുവൽ പവർ ഉപയോഗിച്ചാണ് ഇത് പ്ലെയിൻ ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് കന അടിക്കുക വെച്ചാൽ ഓൾറെഡി ഇതിന്റെ ഉള്ളിലായിട്ട് ഒരു ഗ്രൂ ടൈപ്പ് ഇത് വരുന്നുണ്ട്, ഒരു പുള്ളി ടൈപ്പ് വരുന്നുണ്ട്. അത് നമ്മൾ എപ്പോഴും വർക്ക് ചെയ്യില്ല, കന അടിക്കാൻ നേരത്തെ മാത്രമാണ് അതിയിട്ട് നമ്മൾ ഡ്രൈവ് കൊടുക്കുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ലിവർ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ആ ലിവർ. ഈ ലിവർ നമ്മൾ താഴ്ത്തി കഴിഞ്ഞാൽ ഓൾറെഡി ഇവിടെ ഒരു പുള്ളി ഉണ്ട്. ഈ പുള്ളി ഇങ്ങോട്ട് എൻഗേജ് ആയിട്ട് അവിടെ ആ ലിവറിനെ കറക്കാനാൻ വേണ്ടിയിട്ടാണ് ഈ ലിവർ കൊടുത്തത്. ഇത് പിന്നെ നമ്മൾ എഴുതിയിട്ടുണ്ട്, ഈ ലിവർ നമ്മൾ മെഷീൻ വർക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും ഈ ലിവർ ഇടുന്നത്. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഓൾറെഡി മെഷീൻ ഹൈ RPM വർക്ക് ചെയ്യുമ്പോൾ ഈ പുള്ളി കയറി അതിനകത്ത് കൊണ്ടു കഴിഞ്ഞാൽ പൊട്ടാനൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ മെഷീൻ ഓഫ് ആയിരിക്കും മാത്രമാണ് ഈ ലിവർ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇത് നമ്മളിത് എന്തിനാ അയച്ചു വെച്ചാൽ വേണ്ടി ഇത് പൊടി കയറി എപ്പോഴും തിങ്ങും. ഇത് ഒരിക്കലും അയച്ചു വെക്കാതെ ഇവിടെ ഒരു ഷീൽഡ് വരുന്നതാണ്. പൊടി കയറി തിങ്ങണോണ്ടാണ് നമ്മൾ ഇത് അയച്ചു വെച്ചേക്കുന്നത്. നമുക്ക് അത്ര സേഫ്റ്റി യൂസ് ചെയ്യണോണ്ടാണ് നമ്മൾ ഇതിങ്ങനെ അയച്ചു വെച്ചേക്കുന്നത്. ബാക്കിയുള്ളവർ അയച്ചു വെക്കാണ്ട് യൂസ് ചെയ്യുക. നമ്മൾ കൈയൊക്കെ അതിൻ്റെ ഇടയ്ക്ക് പോയി കഴിഞ്ഞാൽ അത് കട്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇതിനെ വർക്ക് ചെയ്യിക്കുന്ന ഒരു മോട്ടറാണ് ഇത് വരുന്നത്. വലിയ അത്യാവശ്യം ഹെവി ഡ്യൂട്ടി മോട്ടറാണ് വരുന്നത്. ഇത് വർക്ക് ചെയ്യാൻ 2 ബെൽറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിപ്പോൾ ഇന്നലെയാണ് ഒരു ബെൽറ്റ് പൊട്ടിപ്പോയത്. ഇത് 2 ബെൽറ്റുള്ള ഇതാണ് വരുന്നത്. ഈ ബെൽറ്റ് ഏകദേശം ക്രാക്കായി തുടങ്ങി. നമുക്കിത് മാറാറായിരുന്നു, ഓൾറെഡി മേടിച്ച് വെച്ചിട്ടുണ്ട്, നമുക്ക് മാറേണ്ടതാണിത്. അടുത്ത ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ഈ ബെഡിന്റെ, ഈ പ്ലെയിനർ ചെയ്യണ ബെഡിന്റെ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ഓൾറെഡി നമുക്ക് ഇവിടെ ഒരു നോബ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു നോബ് ഉണ്ട്. അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ലിവറാണ് ഇത് വരുന്നത്. ഇതിനകത്തൊരു വെട്ടുണ്ട്. ആ വെട്ട് നമുക്ക് ഇതിലോട്ടേക്ക് കയറ്റിയിട്ടിട്ട് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് താഴത്തേക്കും മുകളിലേക്കും തന്നെ അഡ്ജസ്റ്റ് ആവും. സോ ഓൾറെഡി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിന് വേണ്ടി പുതിയ പ്ലേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ അതാണ് നമ്മളിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കാത്തത്. ഈ ബെഡ് നമ്മൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഈ നോബ് നമ്മൾ ഇവിടെ ലൂസ് ചെയ്തിട്ട് ഇത് കറക്റ്റ് ഹൈറ്റിൽ ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലും ഇതിനെല്ലാത്തിനും ഗ്രീസ് ഇട്ട് ഓയിൽ അടിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഓരോ നോബുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് തുറക്കും അടയ്ക്കുകയും ചെയ്യാം. ഇങ്ങനെ എല്ലായിടത്തും അതുപോലത്തെ നോബുണ്ട്. ഇത് ഇവിടെയുണ്ട്, ഇവിടെ വരുന്നുണ്ട്. ഇതിൽ നമ്മൾ എപ്പോഴും ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. ഇതിനകത്ത് നമ്മളെപ്പോഴും ഇതുപോലുള്ള ഓയിൽ പാസേജിൽ മാത്രമല്ല, നമ്മൾ ഈ ബെഡുകളിലും എപ്പോഴും ഓയിലിട്ട് യൂസ് ചെയ്യണം. തുരുമ്പോ കാര്യങ്ങളൊന്നും കയറാതിരിക്കാനായിട്ട് ഓയിൽ യൂസ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് തടി ഈസി ആയിട്ട് പുഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഓയിൽ ഇടാറുണ്ട്. നമ്മളൊരു 1 വർഷത്തിനുള്ളിൽ നമ്മൾ കമ്പനിയിൽ നിന്ന് ആൾ വന്ന് ഇത് സർവീസ് ചെയ്യാറുണ്ട്. നമ്മളിവിടെ ഇതിൽ നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണിത്. അതുകൊണ്ടാണ് ഇത്ര ലൈഫ് കിട്ടി നമുക്ക് ഇവിടെ ഇത്ര നാൾ നിൽക്കുന്നത്. ഇത് പിന്നെ ഈ മെഷീൻ ഭയങ്കര വൈബ്രേഷൻ ആയിട്ട് നമുക്ക് നോർമൽ ഒരു വലിയ മെഷീനാണ് നമുക്ക് നേരെ ഒരു പ്രതലത്തിൽ കൊണ്ടൊന്നും വെക്കാനും പറ്റില്ല. ഇത് ഓൾറെഡി 1 അടിയോളം നമ്മൾ കുഴിച്ച് കോൺക്രീറ്റ് ചെയ്തിട്ട് അതിനകത്താണ് ഇത് മൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. 4 മൗണ്ടിങ് ബോൾട്ട് ഉണ്ട്. ആ മൗണ്ടിങ് ബോൾട്ടിലാണ് ഇത് മൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, വൈബ്രേഷനൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. ഇവിടെ നമുക്കത് കാണാം. ഈ മെഷീൻ്റെ ഓൺ ഓഫ് സ്വിച്ച് ആണ് ഇത് വരുന്നത്. ഇതാണ് ഓൺ, ഇത് ഓഫ് സ്വിച്ച് ആണ് വരുന്നത്. എപ്പോഴും നമ്മളിത് വർക്ക് ചെയ്തതിന് ശേഷം നമ്മളെപ്പോഴും വൈകുന്നേരം ഇത് ലോക്കാക്കി വെച്ചിട്ടാണ് പോവാറ്. ഇതാണ് നമ്മുടെ മീറ്റർ ബോക്സ് വരുന്നത്. പിന്നെ ഇവിടെ നമ്മൾ വെല്ലിച്ചൻ, നിങ്ങൾ വീഡിയോയിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, വെല്ലിച്ചൻ ഒന്ന് പ്രാർത്ഥിക്കുന്നതാണ് ഇവിടെ ഒന്ന്. പിന്നെ നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഈ പ്ലെയിനറിന്റെ മോട്ടർ വരുന്നത് 3 ഫേസിൽ വർക്ക് ചെയ്യുന്ന മോട്ടറാണ്. അതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള 3 ഫേസ് കറണ്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ പല മെഷീനും 3 ഫേസിൽ വർക്ക് ചെയ്യുന്ന മോട്ടറാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ പണ്ട് ഈ വർക്ക്ഷോപ്പ് തുടങ്ങുമ്പോൾ ഏകദേശം ഈ പ്ലെയിനർ ഇരിക്കുന്ന ഇത്ര ഭാഗത്താണ് ഈ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ മെഷീനും ബാക്കിയുള്ള മെഷീനൊക്കെ മേടിച്ച് നമ്മൾ കൂടുതൽ പണി കിട്ടിയിട്ടാണ് നമ്മൾ ഇത്രയും വലിയ രീതിയിലുള്ള രീതിയിൽ ആയത്. നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇത് ചെറിയതായിരിക്കും, പക്ഷെ നമുക്കിത് വളരെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെ ഒരു അത്യന്താപേക്ഷികമായിട്ടുള്ള ഒരു ഇതാണ് ഈ വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്. കൂടാതെ നമ്മൾ എന്നും യൂസ് ചെയ്യണത് നമ്മുടെ
നമുക്ക് എന്താ പറയണേ, നമുക്ക് ഇത്രയും നമ്മളെ വളർത്തുന്നത് ഈ മെഷീനാണ് നമുക്ക്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഈ മെഷീനോട് ഒരു അറ്റാച്ച്മെന്റ് കൂടുതലാണ്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു മെഷീനായിട്ട് കാണാം. ബൈ.